നമസ്കാരം, ശ്രീധറായാണ്. വഖഫ് വിഷയവും മുനമ്പൊക്കെ വീണ്ടും വീണ്ടും ചർച്ചയിലേക്ക് വരുന്ന ഈ ഒരു സമയത്ത് ചില ആളുകളെ തെറ്റിദ്ധാരണ മാറ്റുക എന്ന ലക്ഷ്യത്തിന് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. കാരണം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പം ഇനി ആരും മുനമ്പത്താരെ തിരിഞ്ഞു നോക്കണ്ട. മുനമ്പത്താരെ കോൺഗ്രസ് നോക്കിക്കോളും, VD സതീശൻ നോക്കിക്കോളും. അവിടെ ചെന്നിട്ട് നമുക്ക് ഒരു ഗുണം ഉണ്ടായിട്ടില്ല, BJP അവരെ സഹായിക്കാൻ ചെന്നിട്ട് ഒരു കാര്യമില്ല എന്നുള്ള തരത്തിലുള്ള പല കമൻറ്റുകളും കണ്ടതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഇടണമെന്ന് തോന്നിയത്. കാരണം ഈ പറയുന്ന മുനമ്പം പ്രദേശം, ഞാൻ ജോലി ചെയ്യുന്ന ഹാർബറിന് തൊട്ടടുത്ത ഒരു പ്രദേശത്താണ് ഈ വഖഫ് വിഷയമൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആളുകളോട് എല്ലാവരോടും പേഴ്സണലായിട്ട് ബന്ധങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ വീഡിയോ ഇടണമെന്ന് തോന്നി. പലരും മുനമ്പത്തുകാരെയൊക്കെ ഇനി മുനമ്പത്തുകാർക്ക് വേണ്ടി സംസാരിക്കേണ്ട എന്നുള്ള തലത്തിൽ പോസ്റ്റുകൾ ഇടണ കാണാൻ നേരത്ത് നമ്മൾ മുനമ്പത്തുകാർക്ക് വേണ്ടി നിൽക്കണം എന്ന വ്യക്തമായ ഒരു അഭിപ്രായം എനിക്കുള്ളത് കൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഇടാൻ വന്നത്. കാരണം ഈ ഒരു വിഷയം, ഈ വഖഫ് വിഷയം അവരുടെ ഉള്ളിൽ മാത്രം ഒതുങ്ങിയുന്ന ആ സമയത്ത് BJP എന്ന പ്രസ്ഥാനം അത് ഏറ്റെടുത്തതിന് ശേഷമാണ് ഇത് ദേശീയ തലത്തിലും അല്ലാത്ത തലത്തിലും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളിലും ആ പാർട്ടികൾ ഉൾപ്പെടെ ഈ വിഷയത്തിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു തോന്നൽ വന്നത് തന്നെ BJP അവിടെ ഇടപെട്ടത് കൊണ്ട് തന്നെയാണ്. അത് അവിടുത്തെ ജനങ്ങൾക്ക് കൃത്യമായും വ്യക്തമായും അറിയാവുന്നത് കൊണ്ട് തന്നെ BJPക്ക് ഒരു സ്ഥാനാർത്ഥി പോലും നിർത്താൻ പറ്റാത്ത സ്ഥലത്ത് ഇക്കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ താമര ചിഹ്നത്തിൽ നമുക്കൊരു BJP മെമ്പറെ അവിടെ ജയിപ്പിച്ചെടുക്കാൻ സാധിച്ചു. അത് അവിടുത്തെ ജനങ്ങൾ BJPയോടുള്ള ഒരു പ്രതിബദ്ധതയും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് അവർ ജയിപ്പിക്കാൻ സാധിച്ചത്. ഇനി ആ ജയത്തോടു കൂടി അവർ BJP വിട്ടെറിഞ്ഞു പോയിട്ടുണ്ടായിരുന്നില്ല. ഇക്കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ നേമത്ത്, പാലേലി, അത്തരത്തിലുള്ള പല സ്ഥലങ്ങളിൽ വണ്ടി വിളിച്ച് BJPക്ക് വേണ്ടി പ്രചരണത്തിന് വരാൻ വരെ അവിടുത്തെ മത്സ്യത്തൊഴിലാളികളായ സാധാരണക്കാർ തയ്യാറായിട്ടുണ്ടായി. അതുകൊണ്ട് തന്നെ അവരൊരിക്കലും BJPക്ക് എതിരല്ല. BJPക്ക് എതിരുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്ന സ്വന്തം പള്ളിയിലെ അച്ഛനെ വരെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് ആണ് അവിടെ ഈ മത്സരിച്ച് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി അവിടെ ജയിച്ചത്. ഈ പറഞ്ഞ സമരസമിതിയിലുണ്ടായ ആളുകൾ രാഷ്ട്രീയപരമായിട്ട് ഇത് ഉപയോഗിക്കുന്ന സമയത്ത് അവർക്കെതിരെ തുറന്നു പറഞ്ഞു ഉള്ള ആളുകൾ തന്നെയാണ് വീണ്ടും രണ്ടാമത് അവിടെ സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന അവിടുത്തെ BJPക്കാർ. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ വഖഫ് എത്ര തലത്തിലും എങ്ങനെയായാലും അവരെ വരിഞ്ഞു മുറുകി പിടിച്ചു നിന്നവരെ അവർക്കെതിരെ അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായിട്ട് നിൽക്കേണ്ടത് ഇവിടുത്തെ BJPയുടെ കടമ തന്നെയാണ്. കാരണം അവരൊക്കെ നമ്മുടെ സഹോദരങ്ങളാണ്, BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. ഇല്ലെങ്കിൽ BJPക്ക് വേണ്ടി പ്രവർത്തിച്ചില്ലെങ്കിൽ പോലും മത്സ്യത്തൊഴിലാളികളായ ആ സാധാരണക്കാർക്ക് വേണ്ടി ഉറച്ചു നിൽക്കേണ്ടത് നമ്മുടെ കടമയാണ്. പക്ഷെ നമ്മൾ തള്ളി പറയേണ്ട കുറെ ആളുകളുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഇത്രയും 600 കുടുംബങ്ങൾക്ക് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടി ചെയ്തപ്പോഴും ഭാരതീയ ജനതാ പാർട്ടി തള്ളിപ്പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന് ഈ പറഞ്ഞ വഖഫ് വിഷയങ്ങളൊക്കെ ഉണ്ടാക്കിയ കോൺഗ്രസിന് ഉൾപ്പെടെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് പറഞ്ഞ അച്ഛന്മാരെ അവരെ തെണ്ണ നിറങ്ങാൻ വേണ്ടി പോകാതിരിക്കുക എന്നുള്ളതാണ് BJPയുടെ നേതാക്കന്മാർ ചെയ്യേണ്ട ഒരു കാര്യം. അവരെ കൊണ്ട് ഇവിടെ ഉപകാരമില്ല. അവർക്ക് 600 കുടുംബങ്ങളെ വരെ വേണ്ട എന്നുള്ളതാണ്. 600 കുടുംബങ്ങൾ പോകണമെങ്കിൽ പോയിക്കോട്ടെ. അവർക്കും ഈ സഭാ അധികാരികൾക്കും എല്ലാവർക്കും ചില രാഷ്ട്രീയ സാമ്പത്തിക ലക്ഷ്യങ്ങളുള്ളത് കൊണ്ട് തന്നെ അവർ ആ തരത്തിൽ മുന്നോട്ട് കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അവരെ നമുക്ക് ബഹിഷ്കരിക്കുക, അവരെ തന്നെ നിരങ്ങാൻ പോകരുന്ന് ഇവിടുത്തെ BJP പ്രവർത്തകർക്ക് ഉറപ്പായിട്ടും പറയാം. പക്ഷെ ഈ മുനമ്പത്തുകാർ അവർ സാധാരണക്കാരാണ്, കടലിൽ പോയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് വേണ്ടി നിൽക്കേണ്ടത് നമ്മുടെ കടമ തന്നെയാണ്. അതുകൊണ്ട് ഇവരെല്ലാവരെയും എനിക്ക് നേരിട്ട് അറിയുന്ന ആളുകളായതുകൊണ്ട് തന്നെ അവരെ ആത്മാർത്ഥത, പ്രസ്ഥാനത്തോടുള്ള അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നിന്ന ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അവർ തയ്യാറായപ്പോൾ അവർക്ക് വേണ്ടി നിൽക്കേണ്ടത് ഇവിടുത്തെ BJPയുടെ കടമയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ഈ പോസ്റ്റിനടി വരെ എന്ത് കമൻറ്റ് വന്നാലും എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ വീഡിയോ ഇടുന്നത്. അവർ ഈ കാലയളവ് വരെ BJPക്ക് വേണ്ടി അവരോടൊപ്പം ഉണ്ടായത് BJP ആണ്. അതുകൊണ്ട് തന്നെ തങ്ങളും BJPക്ക് ഒപ്പം തന്നെ നിൽക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് മുനമ്പത്തുള്ള ഭൂരിപക്ഷം ജനത ഉള്ളത്.
അല്ലാത്ത ആളുകളുണ്ട് കേട്ടോ. അവിടുത്തെ സമരസമിതിയിലുണ്ടായിരുന്ന നേതാക്കന്മാരൊക്കെ പല കാര്യങ്ങൾക്ക് വേണ്ടി പോയിട്ടുണ്ട്, പള്ളിയിലച്ഛൻ ഉൾപ്പെടെ. അവരെയൊക്കെ തള്ളിപ്പറഞ്ഞ ആളുകളാണ്. അപ്പൊ അവർക്ക് വേണ്ടി നിൽക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ എത്ര 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 കമന്റുകൾ വന്നാലും ആ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം ഇവരെ നേരിട്ട് ആ വിഷയവും ആ മത്സ്യത്തൊഴിലാളികളായ ദുരിതം അനുഭവിക്കുന്ന ആളുകളെയൊക്കെ നേരിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ മുനമ്പത്തിനൊപ്പം തന്നെയാണ്.